ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചാനൽ 28.6 എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. തുടർച്ചയായിട്ട് നിങ്ങൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നിങ്ങൾ വിളിക്കുന്ന ടെലിഫോൺ കോൾസ്, ഇമെയിൽ, അങ്ങനെയുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. ഹൂസ്റ്റണിലുള്ള എല്ലാ ഭവനങ്ങളിലും ഫ്രീ ആയിട്ട് ദൈവത്തിൻ്റെ വചനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പാഞ്ഞൊഴുകുകയാണ്. ഒരു ഉരുൾപൊട്ടി കുത്തനെ ഒഴുകുന്ന, അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വന്ന് പിടിച്ചു നിൽക്കുവാൻ വയ്യാത്ത ഒരവസ്ഥയിൽ മനുഷ്യ ജീവിതങ്ങളെന്ന് മുന്നോട്ട് ആടി ഉലയുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതിസന്ധി എങ്ങനെ അടുത്ത നിമിഷം തരണം ചെയ്യും, നാളത്തെ കാര്യം എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാലോചിച്ച് മനുഷ്യൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ എല്ലാവരും ദുഃഖങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്: സുഖമാണ്, സൗഖ്യമാണ്. സത്യത്തിൽ അതിൽ എത്ര പരമാർത്ഥതയുണ്ട്? ജീവിതത്തിൽ നീറി കഴിയുന്ന ജീവിതങ്ങൾ, എവിടെ ഏത് തീരത്ത് ശാന്തതീരങ്ങളിലേക്ക് ലക്ഷ്യം നോക്കി യാത്ര തിരിച്ചവർ ഇന്ന് മഹാസമുദ്രത്തിൽ ആടി ഉലയുന്ന കപ്പൽ പോലെയാണ്. ജീവിതത്തെ എങ്ങും കൊണ്ടെത്തിക്കാൻ പറ്റാതെ മടുത്തു, ഇനി മുന്നോട്ട് പോകുവാൻ ഒരു നിമിഷം പോലും സാധിക്കുകയില്ല എന്ന് മനസ്സാലെ ഉറച്ചവർ ഇന്ന് ജീവിക്കാൻ വേണ്ടി അല്പം സമാധാനത്തിന് വേണ്ടി നട്ടം തിരിയുകയാണ്. ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ഈ ചാനൽ ഒരു താങ്ങും തണലും ആശാകേന്ദ്രവും ആയി തീരും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ഇന്ന് ലോകത്തിന് എമ്പാടും രാപകൽ വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ വചനം അഹോരാത്രം ഒരു വയലിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ വിതയ്ക്കുന്ന വിത്തുകൾ പല സ്ഥലങ്ങളിലായിട്ട് വീഴുന്നുണ്ട്. നല്ല നിലത്ത് വീണതിന് മാത്രമേ തക്ക ഫലം കായ്ച്ച് മുന്നോട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ. ആ വൃക്ഷം ദൂരെ നിന്ന് കാണുന്നവർക്ക് തന്നെ ഈ വൃക്ഷത്തിൽ വളരെയധികം ഫലമുണ്ട്. അത് ആ വൃക്ഷത്തിന്, അത് കാണുന്നവർക്കും വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ നിമിഷവും ദൈവത്തോട് എത്രമാത്രം അടുക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകൾ, സമയമില്ല എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുകയാണ്. സമയമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ 24 മണിക്കൂർ ധാരാളമുണ്ട് എന്ന് കണക്ക് കൂട്ടി നിശ്ചയിച്ചിട്ടാണ് തമ്പുരാൻ ഈ സമയമൊക്കെ നിശ്ചയിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റാറില്ല. എന്നാൽ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാതെ അത് ഒന്നിനു മേൽ ഒന്നായി കുന്നുകൂടി അത് വലിയൊരു പാണ്ഡം പോലെ, അല്ലൊരു കൂമ്പാരം പോലെ വന്ന് പതിക്കുമ്പോൾ നമ്മൾ ഒന്നിനും കഴിവില്ലാത്തവരായി തീരുന്ന ഒരവസ്ഥയിലാണ് തീർന്നിരിക്കുന്നത്. ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് ശാശ്വതമേ ഉലകിലെന്ന് കമുകറെ ഒരിക്കൽ പാടി അത് ജനങ്ങൾ ഏറ്റുപാടിയെങ്കിൽ ദൈവവചനം അതിലെത്രയധികമായിട്ട് സമാധാനത്തെ തരുവാൻ പ്രാപ്തിയുള്ളതാണ്. ഈ ദൈവവചനത്തെക്കുറിച്ച് കേൾക്കുവാനും കാണുവാനും അറിയുവാനും പഠിക്കുവാനും ഈ വേദി ഉപകരിക്കുന്നുവെന്ന് നിങ്ങളിൽ നിന്നും തന്ന ലഭിച്ച അഭിപ്രായത്തിനായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ തലകളെ കുനിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഈ അവസരത്തിൽ നന്ദിയുള്ളവനായിരിക്കും. ഈ ചാനല് ഈ ഹൂസ്റ്റൺ പ്രേക്ഷകരുടെ ചാനലായിരിക്കും. നിങ്ങളാണ് ഈ ചാനലിനെ വളർത്തിയെടുക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സംഭാവനകൾ, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രസംഗം, പാട്ട്, സ്കിറ്റ് ഇതുപോലെയുള്ള CD-കൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും, പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലന്റുകൾ അത് ഒളിച്ചു വെക്കാതെ ഇതുപോലെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ TV-യിലൊക്കെ പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതൊരു വലിയ സന്തോഷപ്രദമായ ഒരു കാര്യമായിരിക്കും. അവരുടെ ഭാവിയെ അത് വളരെയധികം ബാധിക്കും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. മാതാപിതാക്കൾ ഈ കാര്യങ്ങളിൽ പുറമോട്ട് പോകാതെ
മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ഹൂസ്റ്റണിൽ ദൈവവചനം പ്രസംഗിക്കാൻ അറിയാവുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ദൈവവചനം പഠിച്ചും പഠിക്കാതെയും ആധികാരികമായി സംസാരിക്കുന്ന അനവധി യുവജനങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അറിവുകൾ ഈ സമയം ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പക്കലുള്ള നിങ്ങളുടെ പ്രസംഗങ്ങൾ, CD-കൾ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതാണ്. അതിനുള്ള സമയവും സാവകാശവും ദൈവം തരുമാറാകട്ടെ. യുവജനങ്ങൾക്ക് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നമായ യങ്സ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്ര, നാളത്തെ തലമുറയെക്കുറിച്ചുള്ള നീറുന്ന അനുഭവങ്ങളുമായിട്ട് മാതാപിതാക്കൾ നീറിപ്പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുന്നവരും ആരാധിക്കുന്നവരായി തീരുമെന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ ഹൂസ്റ്റണിൽ അനവധി ആൾക്കാർ ദൈവത്തെ അറിയുവാനും കാണുവാനും പഠിക്കുവാനും ഈ ചാനൽ ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ കൃതാർത്ഥതയുണ്ട്. ഇത്രത്തോളം ദൈവം നമ്മളെ വഴി നടത്തി. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരായിട്ടല്ല. ദൈവത്തിൻ്റെ ഓരോ വഴികൾ എത്ര വിശാലവും വലുതുമാകുന്നുവെന്ന് ഓരോ ദിവസവും നാം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. ഞങ്ങളുടെ വിലാസം ജോൺ ഐസക് 5623 ഗ്ലെൻമോറിൻ കോർട്ട്, ഹൂസ്റ്റൺ, ടെക്സസ് 77049. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 281-741-1322. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് jonisaac53@yahoo.com. നിങ്ങളെ എല്ലാവരെയും ഈ ചാനൽ വീക്ഷിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൂട്ടുകാർക്ക്, ബന്ധത്തിലുള്ളവർക്ക് എല്ലാം ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. നാം വെറുതെ ഇരിക്കുന്നതായിട്ടുള്ള സമയം ഫ്രീ ആയിട്ട് ദൈവവചനം കേൾക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ TV-യിൽ മറ്റുള്ള പ്രോഗ്രാമെല്ലാം കണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റിലൂടെയും മറ്റും പലവിധമായിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള പ്രോഗ്രാം കാണുമ്പോഴൊക്കെയും നമ്മൾ 24 മണിക്കൂറും ദൈവവചനം, പാട്ട്, പ്രാർത്ഥന, ആരാധന, പ്രസംഗങ്ങൾ ഇതൊക്കെയും നമ്മുടെ 4 ഭിത്തിക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഭവനത്തിനും വ്യക്തിജീവികൾക്കും അത് വളരെ അനുഗ്രഹമായിരിക്കും. ഓരോ വ്യക്തികളെയും അത് മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിന് 2 പക്ഷമില്ല. തീർച്ചയായിട്ടും ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ചാനലിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. God bless you.